ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാർട്ടി പോപ്പർ ആട്ടോ. നമ്മളെ ബർത്ത്ഡേൻ്റെ സമയത്ത് പെട്ടെന്നൊന്നും പൊട്ടാൻ പോണില്ല പാർട്ടി പോപ്പർ. ഇതാകുമ്പോൾ പെട്ടെന്ന് പൊട്ടുന്ന ഒരു പാർട്ടി പോപ്പറാണ്, അത് ഹോം മെയ്ഡ് ആയിട്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള റോളിൻ്റെ പകരം അരുൺ പുഷപ്പിൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. എനിക്ക് അതിൻ്റെ റോള് കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അരുൺ പുഷപ്പായിട്ട് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഇതാണ് എടുത്തിട്ട് അതിൻ്റെ ഇതാ കണ്ടോ, മറ്റേ സാധനം അങ്ങനെ ആക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ബലൂൺ വേണം. ബലൂൺ എടുത്തതിന് ശേഷം ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക, ചെറുതായിട്ട് വിടന്ന് മുറിച്ച് കൊടുക്കുക. അപ്പോൾ കാഴ്ച ഞാൻ അത് മുറിച്ച് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ അറിയാൻ വേണ്ടിയത്, ഇതാ ഇത് ഇങ്ങനെ ചെയ്തോ, ഇവിടെ ഇങ്ങനെ വെച്ചെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെട്ടിയിട്ടുണ്ട്. ഞാൻ എനിക്ക് തോന്നി ഇപ്പോൾ എത്ര പോരാന്നുള്ളത് ഞാൻ വെട്ടിയിട്ട് ഇതിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചെടുക്കാം. ഓരോന്നിൻ്റെ ഇടയിൽ കയറി വരും കേട്ടോ, എൻ്റെ വീട്ടിൽ ഓരോന്ന് ഇങ്ങനെ വെച്ചെടുക്കുക. ഇത് ഏകദേശം ഇപ്പോൾ ട്രെൻഡിങ് ആണ് എന്ന് തോന്നുന്നുണ്ട്. വെച്ചിട്ട് സോറി, ഇത് ഡബ്ബർ ഗൈസ്, അത് നമുക്കൊരു ഡബ്ബർ ഇട്ടെടുക്കാം. ഡബ്ബർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡബ്ബറിന് കളറൊന്നും നോക്കണ്ട, അത് ഇഷ്ടമുള്ള കളർ ഇടാൻ വെക്കാം. സോറി, കളർ ഇട്ട് കൊടുക്കാം. ഡബ്ബർ ഞാൻ നേരെ നിൽക്കണില്ല ഗൈസ്, ഞാൻ നിന്നിട്ടിട്ട് വരട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു വിശ്വാസക്കുറവ്, ഇതൊക്കെ വലിക്കുമ്പോൾ പൊട്ടിയാലോ എന്ന്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി, നമുക്ക് വൈറ്റ് ടാപ്പാണ് ഇനി യൂസ് ചെയ്യുക. വൈറ്റ് ടാപ്പ് ഇല്ലാത്തൊരു ബ്ലാക്ക് ടാപ്പ് യൂസ് ചെയ്യാം. ഞാൻ വൈറ്റ് ടാപ്പ് ഇല്ലാത്തതുകൊണ്ടാട്ടോ സ്റ്റിക്കർ ഒന്നും ചെയ്യാത്തത്. വൈറ്റ് ടാപ്പ് വലുത് കിട്ടുമ്പോൾ ഞാൻ സ്റ്റിക്കർ പലത് വൈറ്റ് ടാപ്പ് കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കും അതൊക്കെ ഞാൻ ട്രൈ ചെയ്യേണ്ടി കേട്ടോ. പിന്നെ ഞാൻ വൈറ്റ് ടാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഈ ടാപ്പ് അയ്യ ഡബ്ബറിൻ്റെ മേൽക്കൂടി ഒന്ന് റോൾ ചെയ്തിട്ട് കാണിച്ചത്. അപ്പോൾ ഗൈസ് ഇതാ ഞാനിപ്പോൾ ഒട്ടിച്ചിട്ടുണ്ട് ടാപ്പ് ഇവിടെ. ഇത് പിന്നെ കാണില്ല കേട്ടോ, ഉള്ളിൽ ഇപ്പോൾ ഒരു കവറേജ് വരും കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു അളവിൽ നമുക്കിത് കട്ട് ചെയ്യാം. ഇത് കളർ പേപ്പറിൽ കട്ട് ചെയ്യാം, ചാർട്ടാവാം, ഏത് ഷീറ്റ് വേണ്ടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ കളർ പേപ്പർ ഉള്ളതിൻ്റെ അടുത്ത് ഞാൻ ഇതൊക്കെ ഒന്ന് റോൾ ചെയ്ത് പശ എത്തിച്ചിട്ട് വരട്ടോ കാണിച്ചത്. ഇപ്പോൾ ഗൈസ് ഞാൻ വിചാരിച്ചു ടാപ്പുമ്മൽ ഈ പശ ഒട്ടൂലാന്ന്, പക്ഷേ ടാപ്പ് എന്നെ അത്ഭുതപ്പെടുത്തി. സോറി, പേപ്പർ എന്നെ അത്ഭുതപ്പെടുത്തി, ഒട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് വേസ്റ്റ് പേപ്പർ വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള പേപ്പർ ഇട്ട് കൊടുക്കാം. വേണമെങ്കിലും കൂടുതലും ഡിസൈൻ ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ ഗൈസ് നമ്മുടെ ഫുള്ള് റൗണ്ട്സ് ഫുൾ ഇട്ടെടുത്ത് പിന്നെ ഇവിടെ കണ്ണു നോക്കും. ഇതൊക്കെ ഒരു വരച്ചൊക്കെ വെറുതെ നമുക്ക് ഭംഗിയാക്കാം. ഇതല്ല കേട്ടോ, ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട ചിത്രമായി വരച്ചെടുക്കുക ഭംഗിയാക്കാൻ. നമുക്ക് ബർത്ത്ഡേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഓലെടുത്ത് കാട്ടാലോ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന. ചെറുതായ ഒന്ന് ക്യാമറ വിടാൻ പോയിട്ടോ, അതാണ് നിങ്ങളിപ്പോൾ കണ്ട ക്യാമറ തീരുന്നത് കേട്ടോ. ക്യാമറ ഓക്കെയാണ്. ഞാൻ എല്ലാ വേസ്റ്റുകളും ഒന്നിലേക്ക് പിറക്കിയിട്ടെടുത്തിട്ടുണ്ട്. പൊട്ടിയാൽ മതിയായിരുന്നു, പൊട്ടും. ഞാൻ ഉണ്ടാക്കിയിട്ട് പൊട്ടിയിരിക്കും. അവിടെ ഇവിടുത്തൊക്കെ വേസ്റ്റ് എടുത്ത് ഞാൻ ഇടുകയാണ്. നമുക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ പേടിയാവുന്നു കേട്ടോ. ഗൈസ് ഞാൻ ഇതാക്കി തരാം. പേപ്പർ കൂടി പോയിരുന്നുണ്ട്. പോയി പൊട്ടിയേ നല്ല ഇതാക്കണം, നല്ല വലിച്ചിടണം. ഇത് കുറേ പഠിപ്പം ഞാൻ ഉറച്ചിട്ടുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഫസ്റ്റത്തെ ക്ലാസ് എന്ന് പറയാം. ഫസ്റ്റത്തത് ചെറുതായി ഉണ്ട് പാടി എന്താ വെച്ചാൽ ഞാൻ കുറേ ഉറച്ചിട്ടാണ് ഇട്ടത്. അപ്പോൾ നമുക്ക് കുറച്ചിട്ടിട്ടൊന്ന് നോക്കാം പാർട്ടി പേപ്പർ. വേണേൽ നമുക്ക് ഇവിടെയൊക്കെ ഒരു ഇത് കളറൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ പെയിൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഒരു പേപ്പറൊക്കെ ഒട്ടിക്കാം. ഞാൻ അതൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ചിട്ടും കണ്ടൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നേരത്തെ എന്തായാലും കുറേ പ്രാവശ്യമായിട്ടാണ് വന്നത്. അപ്പോൾ നോക്കാം. ഗൈസ് വന്നു, ഗൈസ് സക്സസ്. അപ്പോൾ എത്രയാണെന്ന് അറിയാം. ബൈ.